അബിയുടെ സംസാരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങള് നവ്യയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നതായിരിക്കും. അബി പലതവണ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ നവ്യ ശ്രദ്ധിക്കുകയാണ്. ഈ സമയത്ത് നവ്യയെ കാണുന്നതും ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അബി. ഇത് കണ്ട് അബിയോട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അബി, എന്നെ കണ്ടപ്പോ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഫോൺ കട്ട് ചെയ്തത്. ഫോൺ വിളി കഴിഞ്ഞു, ഞാൻ കട്ട് ചെയ്തു. അബി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? നീ ആർക്കാ വിളിച്ചിരുന്നേ? എന്റെ ഫ്രണ്ടിന്. എന്നാ നീ ഫോൺ താ, ഞാൻ നോക്കട്ടെ. നവ്യ, നീ നിന്റെ പണി നോക്കി പൊക്കോ. എന്റെ കാര്യത്തില് നീ ഇടപെടണ്ട. എന്നെ ഒരു ദിവസം പലരും വിളിക്കും, അവരോടൊക്കെ ഞാൻ സംസാരിച്ചെന്നും വരും. നിന്നെ ബോധിപ്പിച്ചിട്ട് വേണോ ഞാൻ അതൊക്കെ ചെയ്യാൻ? എന്നെ ബോധിപ്പിക്കണ്ട. പലതവണയായി എന്നെ കാണുമ്പോ നീ ഫോൺ കട്ട് ചെയ്യുന്നു. എനിക്ക് അത് ചോദിക്കാനുള്ള അവകാശമുള്ള കാരണം തന്നെയാ ഞാൻ നിന്നോട് ചോദിക്കുന്നേ. ഞാനേ നിന്റെ ഭാര്യയാ. നീ കെട്ടിയ താലി എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നീ എന്റെ ഭർത്താവ് തന്നെയാ. ഈ താലിയുടെ ബലത്തിലായിരിക്കും നീ ഇവിടെ അങ്ങനെ നിൽക്കുന്നത്. പലതവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ എല്ലാം ഇട്ടെറിഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോവാ എന്ന്. എന്നാ നീ അട്ടയെ പോലെ കടിച്ചു തൂങ്ങി നിൽക്ക. അബി, നിന്റെ കുഞ്ഞാ എന്റെ വയറ്റിൽ വളരുന്നേ. ആ ഒരു മാനസിക പരിഗണന പോലും നീ എനിക്ക് തരുന്നില്ലല്ലോ. അതിലും എനിക്ക് സംശയമുണ്ട് അത് എന്റെ കുഞ്ഞാണെന്ന്. അബി, നിനക്ക് നാണമുണ്ടോ? നീ പലതവണ എന്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞു. എങ്ങനെയാടാ നിനക്ക് എന്നോട് ഇതൊക്കെ പറയാൻ തോന്നുന്നേ? എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനേ താല്പര്യമില്ല. നീ എന്തിനാ വെറുതെ എന്നോട് വന്നിട്ട് ഇങ്ങനെ വഴക്കിടാൻ നിൽക്കുന്നേ? ഇപ്പൊ നിനക്ക് ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമല്ല, എന്നെ കാണുന്നത് ഇഷ്ടമല്ല. എത്ര നാളായിടാ നീ ഒന്ന് എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട്? ഈ സമയത്ത് നിന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കണമെന്നും നിന്റെ കൂടെ ഒന്ന് പുറത്തു പോകണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും എന്താ നീ മനസ്സിലാക്കാത്തെ? എത്ര ദിവസമായി ഞാൻ പറയുന്നു എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ ആകെ ബോറടിച്ചു. ഒന്നെന്നെ പുറത്തോട്ട് കൊണ്ടുപോടാ. നീ ഒന്ന് പോയേ, എനിക്കേ വേറെ ജോലിയുണ്ട്. എനിക്കിന്നൊരാളെ കാണാൻ പോണം. ആരെ കാണാൻ പോവാനാ? നീ എന്തായാലും ഓഫീസിലോട്ട് പോകുന്നില്ല, പിന്നെ നീ ആരെ കാണാനായി പോകുന്നേ? അതൊന്നും നീ അറിയണ്ട. എനിക്കേ ഇപ്പൊ തന്നെ പോണം. സമയം വൈകിയെന്നും പറഞ്ഞ് അബി അവിടുന്ന് പോകുന്നുണ്ട്. എന്നാ നവ്യ ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ ചേച്ചി കരയുന്നേ? അഭിയായിട്ട് വഴക്കിട്ടോ? എന്താ ചേച്ചി ഈ സമയത്ത് ഇങ്ങനെ കരയാനൊന്നും പാടില്ല. കരയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നയനെ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. സങ്കടം എത്രയെന്ന് കരുതിയിട്ടാ മനസ്സിലിങ്ങനെ പിടിച്ചു വെക്കുന്നേ. പരിധിയിൽ കൂടുതലാവുമ്പോ അത് പൊട്ടി പുറത്തോട്ട് വരും. അതുപോലെയാ ഞാനിപ്പോ ഈ കരയുന്നത്. എന്താ ചേച്ചി, ചേച്ചി ഇങ്ങനെ കരയാതിരിക്കുക. ചേച്ചി എന്താ അഭി പറഞ്ഞേ? അവന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങള് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവനൊരു കോള് വരുന്നുണ്ട്. പലതവണ ഞാനുണ്ടോയെന്ന് നോക്കി മാറി അവൻ സംസാരിക്കുക. എന്നെ കണ്ട അപ്പൊ ഫോൺ കട്ട് ചെയ്യും. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് നയനെ. ഏയ്, അങ്ങനെയൊന്നും കാണില്ല. ഈ സമയത്ത് അബി എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കണമെന്നും എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അതൊന്നും പറ്റില്ല, എനിക്ക് പല തിരക്കുകളുണ്ടെന്നാ. ആയിക്കോട്ടെ, എപ്പോഴും തിരക്കുകളൊന്നും ഉണ്ടാവില്ലല്ലോ നയനെ. ഇപ്പം ആലോചിക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാ. ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തത്? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാ. ചേച്ചി, എന്താ ചേച്ചി, ചേച്ചി ഇങ്ങനെ കരയല്ലേ? എത്ര തവണയെ ഞാൻ പറയുന്നേ, കരഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുവാവയ്ക്കും കൂടെ അതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ഈ സമയത്ത് ചേച്ചി സന്തോഷിച്ചിരിക്കേണ്ട സമയമല്ലേ? പിന്നെ അബിയുടെ കാര്യം പോട്ടെ, ബാക്കി എല്ലാവരും ചേച്ചിക്ക് ഇവിടെ സപ്പോർട്ടല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. അതുകൊണ്ട് ചേച്ചി ഒരു പേടിയും പേടിക്കണ്ട. അവനിനി എന്തൊക്കെ കാണിച്ചാലും ഇവിടെ നിന്ന് ചേച്ചിക്ക് ഇറങ്ങേണ്ടി വരില്ല. മുത്തശ്ശനുള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ നിൽക്കും ചേച്ചി. ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് നയന പറയണം. ചേച്ചി ഇങ്ങനെ എപ്പോഴും ഈ റൂമിലും ഈ വീട്ടിലും ഇരുന്നിട്ട് ചേച്ചിയുടെ മനസ്സാകെ വീർപ്പ് മുട്ടിയിരിക്കുക. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു പോവാം. പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി വരാം. അപ്പൊ ചേച്ചിയുടെ ഈ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറും, കുറച്ച് സമാധാനാവും. എന്തായാലും ആദർശേട്ടൻ പുറത്തു പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 പേർക്കും കൂടെ പോവാം. ചേച്ചി വേഗം പോയിട്ടേ റെഡി ആയിട്ട് വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞ് നയന നവ്യയെ റൂമിലോട്ട് പറഞ്ഞു വിടാണ്. നവ്യ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി താഴോട്ട് വരികയാണ്. ഈ സമയത്ത് ജലിച്ച് വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ഡ്രസ്സൊക്കെ മാറി എങ്ങോട്ടാ യാത്ര? അതൊന്നും ഇപ്പോ അമ്മയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അമ്മയുടെ മോനെ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവന്റെ തിരക്കും പറഞ്ഞ് അവനങ്ങ് പോയി. അവൻ എന്തെങ്കിലും തിരക്ക് കാണും, അതുകൊണ്ടായിരിക്കും അവൻ പോയി കാണാ. അല്ല, ഇനി അഭി കൊണ്ടുപോകാത്ത കാരണം നീ തനിയെ പുറത്തോട്ട് പോവാണോ? അല്ല, നയനയും ആദർശേട്ടനും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാ പുറത്തോട്ട് പോകുന്നേ. ഓ, അപ്പൊ നിങ്ങൾ കറങ്ങാനായിട്ട് പോവാ? നടക്കട്ടെ. അവൻ എന്തായാലും നിന്നെ കൊണ്ടുപോകുന്നില്ല. അപ്പോ അനിയത്തിയുടെ ഭർത്താവും പോകുമ്പോ നീ കൂടെ പൊക്കോ. നിനക്കേ ആ ഭാഗ്യം ഉണ്ടാവൂ, അല്ലാതെ ഭർത്താവിന്റെ കൂടെ നിനക്ക് പുറത്തു പോകാനുള്ള ഭാഗ്യം
ഈ ഇടയ്ക്കൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ഇതെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് ജലജി അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നവ്യ ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. നയന വരുന്നുണ്ട്. ചേച്ചി ഇറങ്ങല്ലേ? ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. എന്താ ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് എന്താ പറ്റിയേ? ചേച്ചി കൂടെ വരാന്നൊക്കെ പറഞ്ഞതല്ലേ? വാ ചേച്ചി, നമുക്ക് ഇറങ്ങാം. വേണ്ട നയനെ, ഞാൻ വരുന്നില്ല. നിങ്ങളെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ എന്തിനാ വെറുതെ? ഞങ്ങളെ രണ്ടുപേരുടെ ഇടയിലോ? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? വന്നേ, നമുക്കിറങ്ങാം. അങ്ങനെ ആദർശം പറയുന്നുണ്ട്, വാ നവ്യേ, നമുക്ക് പുറത്തു പോയി വരാമെന്നും പറഞ്ഞ് ആദർശും നവ്യയും നയനയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. ഈ സമയത്ത് അവിടെ തന്നെ അഭിയും അഭിയുടെ കാമുകയും കാണും. അഭിയാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് അവളോട് ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അഭി ഒരിക്കലും കരുതുന്നുണ്ടായിരിക്കില്ല റെസ്റ്റോറൻറ്റിലോട്ട് നവ്യ വരുമെന്ന്. ഈ റെസ്റ്റോറൻറ്റിലെ നല്ല അടിപൊളി ഫുഡാ, ഞാൻ 1-2 വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ആദർശ് കൊണ്ടുവരുന്നത്. എന്നാ ഭർത്താവ് കാമുകിയോടൊപ്പം ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് അറിയാതെ നവ്യ അങ്ങോട്ട് കയറി ചെല്ലാണ്. കയറി ചെന്ന് ഇരിക്കാൻ നേരത്തായിരിക്കും അഭിയെ കാണുന്നത്. നയനെ, അത് അഭിയല്ലേ? അഭിയോ? അതൊന്നുമല്ല ചേച്ചി, ചേച്ചി ഇവിടെ ഇരിക്കുക. അല്ല, അത് അഭി തന്നെയാ. അങ്ങനെ നയനയും ആദർശും നോക്കുന്നുണ്ട്. കാണുമ്പോ അത് അഭിയായിരിക്കും. അഭി ഒരു പെണ്ണുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. അഭിയാണല്ലോ. ആദർശേട്ടാ, അത് അഭിയല്ലേ? ആ അഭിയാ. അഭിയുടെ കൂടെ ഏതാ ഒരു പെൺകുട്ടി. അപ്പോഴേക്കും നയനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. ആദർശേട്ടാ, ആരായാലും പോയി ചോദിക്കാം വാ എന്നും പറഞ്ഞ് നവ്യ ആദർശിനെയും നയനെയും വിളിച്ച് അഭിയുടെ അടുത്തോട് ചൊല്ലാണ്. അഭി പെട്ടെന്ന് നവ്യയെ കാണുമ്പോ ഒന്ന് പേടിക്കുന്നുണ്ട്. പേടിച്ച് എഴുന്നേക്കാണ്. നവ്യേ, നീ എന്താ ഇവിടെ? അപ്പോ നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതാരാ ഈ പെണ്ണ്? ഇതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? എന്താ അഭി ഇത്? ഫ്രണ്ടോ? ഇവളാരാ ഇത്ര അധികാരത്തോടെ നിന്നോടിത് ആരാ എന്നൊക്കെ ചോദിക്കാൻ? ആരാ അഭി എന്ന് ആ പെൺകുട്ടി ചോദിക്കാണ്. അപ്പോ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല? ഈ താലി കണ്ടോ? ഇതേ ഇവൻ എന്റെ കഴുത്തിൽ കെട്ടിയതാ. ഇവന്റെ ഭാര്യയാ. ഇവന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്. ഇതൊന്നും ഇവൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? പറയാതെയാണോ നിന്നെയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അഭി, നീ കല്യാണം കഴിച്ചതാണോ? എന്നിട്ട് നീ അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അപ്പൊ അഭി, ഞാൻ വിചാരിച്ച പോലെ ഇത് നിന്റെ കാമുകിയാണ് അല്ലേ? അപ്പോഴേക്കും ആദർശ് വരുന്നുണ്ട്. എന്താ അഭി, നീ ഇത്രയ്ക്ക് ചീപ്പാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോ നീ എന്നെ ചീറ്റിയായിരുന്നു അല്ലേടാ എന്നും പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുത്തനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയാൻ എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഞാൻ നിന്നെ ഭർത്താവായിട്ട് കാണുന്നില്ല. നീ എന്നെ ഭാര്യയായിട്ട് കാണുന്നില്ല എന്ന് മുന്നേ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഞാനും നിന്നെ ഭർത്താവായിട്ട് കാണുന്നില്ല. നിനക്ക് നിന്റെ തോന്നിയ പോലെ നടക്കാം. എന്നാ ഈ താലി ഇത് ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ഓരില്ല. അനന്തപുരിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമില്ല. ആ വീട്ടിൽ ഞാനുണ്ടാവും. നിനക്കിനി എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കെഞ്ചിയിട്ടുണ്ട്. എന്നാ ഇനി നവ്യ അതിനായിട്ട് നിന്റെ അടുത്തോട്ട് വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. കൂടെ ആദർശും നയനയും ഒക്കെ പോകുന്നുണ്ട്. അഭിക്കാണെങ്കിൽ കുറ്റബോധമൊക്കെ ചെറുതായിട്ട് തോന്നുകയാണ്. നയന ആകെ തകർന്നു നിൽക്കുമായിരിക്കും. നയനയെ സമാധാനിപ്പിക്കാനായിട്ട് ആദർശും നയനയൊക്കെ ചെല്ലുന്നുണ്ട്. എന്നാലും നവ്യ കരഞ്ഞോണ്ടേ ഇരിക്കുകയായിരിക്കും.